ശരിക്കും വീട്ടിൽ കുറുമ്പൊക്കെ കാണിക്കോ? ചെറുതായിട്ട് എന്തൊക്കെ കാണിക്കും? അനിയൻ്റെ അടുത്ത് ഞാൻ തിരിച്ചു കൊടുക്കും. അവനെന്നെ ഇടിച്ചാൽ ഞാൻ തിരിച്ചിടിക്കും. ഇടിച്ചാ തിരിച്ചിടിക്കുവോ? വല്ല കുംഫോ കരാട്ടയോ വല്ലതും പഠിക്കണ്ട? ഇല്ല, അവൻ കരാട്ട പഠിക്കുന്നുണ്ട്. അതാ പ്രശ്നം. അവൻ അല്ലെങ്കിൽ തന്നെ ഇടി കൂടല. അതിന്റെ ഇടയിൽ കൂടെ കരാട്ടയും കൂടെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ സത്യം. പക്ഷെ നമുക്ക് കൊടുക്കാൻ അറിയാലോ അല്ലേ? പിടിച്ചു നിൽക്കാം. പിടിച്ചിരിക്കും, ഇത്ര ഉള്ളൂ. ഇതേപോലെ ഈ ഉപ്പുമുളകിൽ സെറ്റ് പോയ ആരോടെ എങ്ങനെ ഇടി കൂടുക ഏറ്റവും കൂടുതൽ? മുടിയൻ ചേട്ടനുണ്ട്, ശിവാന ചേച്ചിയുണ്ട്, ലച്ചു ചേച്ചിയുണ്ട്. അങ്ങനൊന്നുമില്ല, എല്ലാവരുടെ അടുത്തും അടി കൂടുവോ? ഏറ്റവും അങ്ങനൊന്നുമില്ല. നിങ്ങൾ കുരുത്തക്കേട് കുറുമ്പ് കളിക്കുന്ന ആരാ? കേശു ചേട്ടനാണോ? ആണോ? ആരൊക്കെ പാവെന്ന് ഞാൻ പറയാം. പിന്നെ മുടിയൻ ചേട്ടൻ പാവ, പിന്നെ കേശോട്ടൻ പാവ, സിദ്ധോളയൻ പാവ, പിന്നെ കനകാൻറ്റി പാവുക, അമ്മുമ്മ പാവുക, പിന്നെ ലച്ചേച്ചി പാവുക, എല്ലാരും പാവുക. അപ്പൊ കുരുത്തക്കേട് ആർക്കും ഇല്ല? എല്ലാരും ഇല്ല. എല്ലാവരും സോപ്പിട്ട് കൈ വെച്ചിരിക്കുക. അവരോട് ചോദിച്ചാൽ അറിയാം എല്ലാരും പിച്ചെന്നും മാന്തുമൊക്കെ ഉണ്ടോ? ഇല്ല. എനിക്ക് പിന്നെ ഇവരുടെ ഇന്റർവ്യൂ എടുത്തു. എല്ലാരും ഒന്ന് ചോദിക്കണം, പാർക്കുട്ടി പിച്ചാറുണ്ടോ മാന്താറുണ്ടോ എന്നൊക്കെ. പണ്ടൊക്കെ പറയില്ലേ നീലോമ്മേനെ സ്വന്തം അമ്മയെ പോലെ അല്ലേ? മിസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഉപ്പുമുളകും സെറ്റിൽ ഇല്ലാത്തതുകൊണ്ട്? പറയാറില്ലേ ബാലുവച്ചന്റെ അടുത്തും നീലോമ്മയുടെ അടുത്തും തിരിച്ചു വാ സീരിയലിലോട്ട് എന്ന് പറയാറുണ്ടോ? സീരിയലിലോട്ട് തിരിച്ചു വാ, ആ പണ്ടത്തെ പോലെ വീണ്ടും ഉപ്പുമുളകിലോട്ട് വരാൻ വേണ്ടി വിളിക്കാറുണ്ടോ? അങ്ങനെയില്ല. ഞാൻ എനിക്ക് അവാർഡ് കിട്ടിയപ്പോ വിളിച്ചായിരുന്നു, ബാലുവച്ചൻ വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞില്ലേ വിളിക്കുന്ന കൂട്ടത്തിൽ ഉപ്പുമുളകിലോട്ടും തിരിച്ചു. അങ്ങനെയാകുമ്പോ വീണ്ടും ആ പണ്ടത്തെ പോലെ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ആഗ്രഹമുണ്ടോ വീണ്ടും അതേപോലുള്ള എപ്പിസോഡൊക്കെ കാണാൻ വേണ്ടി? ഞാൻ ഇപ്പോഴും പഴയ എപ്പിസോഡ് കാണും. കുഞ്ഞായപ്പോഴേ, കുഞ്ഞു വാവയൊക്കെ ആയപ്പോഴും ഇപ്പോഴും കാണുമോ? ഇപ്പൊ വിഷമം തോന്നുമോ അവരെ കാണാതിരിക്കുന്ന സമയത്ത്? ഇപ്പോ അങ്ങനെയല്ല, ചെറുതായിട്ട്. നീലുമ്മേനൊക്കെ ഇപ്പോഴും അമ്മ തന്നെയാ വിളിക്കുക? എന്തായാലും വീണ്ടും ഒരുമിച്ച് നിങ്ങളെല്ലാവരും ഒരുമിച്ച് സീരിയൽ ഉണ്ടാവട്ടെ. ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇപ്പൊ മുടിയൻ ചേട്ടനും ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കും ഇത്തിരി ഇടയ്ക്കിടയ്ക്ക് ബോറടിക്കാറുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും അടിപൊളി ആയതുകൊണ്ട് നന്നായി കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ 2 റോള് ചെയ്തില്ലേ അല്ലേ ആ സീരിയലിനകത്ത്? ചെറുപ്പത്തിലാ, കുറച്ച് 4 വയസ്സുള്ളപ്പോഴല്ലേ? 7 വയസ്സുള്ളപ്പോ ചെയ്തു. ഇപ്പൊ എത്രയാ വയസ്സായി? 8 വയസ്സ്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ, 1 വയസ്സ് കൂടെ ഉള്ളൂ. 1 വർഷം മുന്നേ. പക്ഷെ ഓർമ്മയൊക്കെ ഇല്ലേ? ഇല്ല. അപ്പൊ ഈ രണ്ട് പേരെ കാണുന്ന സമയത്ത് രണ്ടും പാർക്കുട്ടിയാണല്ലോ. അപ്പൊ കൺഫ്യൂഷൻ തോന്നുന്നു, കാണുമ്പോ ചിരി വരും. അതെങ്ങനെ ഇപ്പം ഡയലോഗൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഇതാണോ ഉണ്ണിമായ ആണോ? അതെങ്ങനെ മനസ്സിലാവും? അവര് പറയത്തില്ലേ ഇതായിട്ട് പറയുമ്പോ പെട്ടെന്ന് മറ്റേ ഡയലോഗ് കയറി വന്നാലോ? പെട്ടെന്ന് കുറുമ്പി മാറി പാവമായി പോയിട്ടൊക്കെ ഉണ്ടോ? അങ്ങനത്തെ സീൻ വന്നിട്ടില്ല. അവരെങ്ങനെയാ പറഞ്ഞു തരിക? ഇപ്പം ഉണ്ണിമായായിട്ടാണ് ചെയ്യാൻ പോണേന്ന് പറയും. ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പൂസ് എന്ന് പറഞ്ഞ വേറൊന്നുണ്ട്. അവൻ എന്റെ പ്രായം തന്നെ. അവൻ അവിടെ വന്നിട്ട് ഞാനിപ്പോ ഉണ്ണിമായായിട്ടാ നിക്കുന്നേ. ഇപ്പൊ മധുശ്രീ ഇവിടെ നിക്കുവാ, ഇങ്ങനെ ആക്കണം. അപ്പൊ എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുക. അപ്പൊ സാറ് പറഞ്ഞ് നിന്റെ 2 പേരുടെ കൈ കാണിച്ചെന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പൊ ഞങ്ങൾ 2 പേരുടെ ഒരേപോലത്തെ കയ്യാ. അപ്പൊ സാറ് പറഞ്ഞ് എങ്കിൽ പിന്നെ ഇവനെ മധുശ്രീ ആക്കാന്ന് പറഞ്ഞിട്ട് ഇവര് എന്റെ ഡ്രസ്സ് കണ്ടിട്ട് എല്ലാം എടുത്തിട്ട് നിനക്ക് ഇപ്പുറത്ത് കാണുന്ന സമയത്ത് അത് അവനെ ആക്കാൻ വേണ്ടി അവനെ ആക്കിയിട്ട് അവനെ പുറത്തിരുത്തി. എന്നിട്ട് അവന്റെ അടുത്ത് ഞാനാണ് ചിരി അടുക്കി പിടിച്ച് എന്നിട്ട് മോതിരം കൊടുക്കുന്ന സീനാ. എന്നിട്ട് ഞാനാണെങ്കിൽ എനിക്കാണ് ചിരി വന്നിട്ട് അവനല്ലേ ഈ പെണ്ണുങ്ങളുടെ ഡ്രസ്സ് ഇടോടിക്കുന്നതാണ്. അവനും ചിരി വരത്തില്ലേ? ഒന്ന് ആലോചിച്ചു. അവന്റെ ഫ്രൈമില്ല, എന്റെ ഫ്രൈമിങ്ങനെ വെച്ചേക്കുന്ന അവന്റെ മറ്റേ ഇങ്ങനെ ഷോൾഡർ മാത്രമേ ഉള്ളൂ. അവന് പിന്നെ ചിരിച്ചാലും കുഴപ്പമില്ല, എനിക്കാണെങ്കിൽ ചിരിയൊക്കെ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നേ? അടക്കി പിടിക്കും, പല്ല് കടിച്ച് അടക്കി പിടിക്കും.